പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒരു പോക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരുങ്ങുന്നത്. 5 മണിക്ക് എണീക്കണമെന്നൊക്കെ കരുതി അലാമൊക്കെ വെച്ചാണ് കിടന്നത്. പക്ഷേ എണീറ്റപ്പോൾ 5:45. നമുക്കാണെങ്കിൽ 6:15 ഒരു ബസ്സുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധൃതി പിടിച്ച് മേക്കപ്പൊക്കെ ഇട്ട് എല്ലാം റെഡിയായി. പെട്ടെന്നൊരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി അതും എടുത്ത് പാക്ക് ചെയ്ത് പോയി. പക്ഷേ എന്നെ കാത്തിരുന്നത് വേറൊരു ടെസ്റ്റായിരുന്നു. എവിടെ പോവാനും എപ്പോഴും നേരത്തെ ഇറങ്ങുന്ന ഞാൻ ഇന്ന് ചെന്നപ്പോൾ എനിക്ക് ബസ് മിസ്സായി. പിന്നെ അവിടെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അടുത്ത ബസ് കിട്ടി. ബാനോഫിൽ ചെന്നു, ട്രെയിനെല്ലാം കയറി ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി. ഇന്ന് ടൈം ടേബിളിൽ വന്നിട്ട് അഡീഷണൽ ഇവൻ്റ് എന്നാണ് കൊടുത്തിരുന്നത്. അത് എന്താണെന്ന് നമ്മുടെ ക്ലാസ്സിലുള്ള ആർക്കും ഒരു ധാരണയില്ല, സീനിയേഴ്സിനും ഒരു ധാരണയില്ല. അപ്പോൾ ഞങ്ങൾ കരുതി നമ്മൾ തന്നെ പോയി നോക്കാമെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ കൂടി പോയി പകുതി വഴി എത്തിയപ്പോൾ വീണ്ടും ടൈം ടേബിൾ എടുത്ത് നോക്കിയപ്പോഴാണ് അത് പത്തോളജി പേപ്പറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലും വീണ്ടും ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, റൂം നമ്പർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ടും കണ്ടുപിടിക്കാം എന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ കിളി പറന്ന് നിൽക്കുന്ന ബാക്കി പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം നമുക്ക് പൊതുവേ ക്ലാസ് നടക്കുന്ന കുറച്ച് റൂമുകളുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങളെല്ലാവരും അവിടെ തന്നെ നിന്നു. 9:15 തൊട്ട് 10:40 വരെ ആയിരുന്നു പീരീഡ്. പക്ഷേ നമ്മൾ 10:30 വരെ അവിടെ നിന്നിട്ടും ലെക്ചറും വന്നില്ല, ഒന്നും വന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും 10:30 തിരിച്ച് പോരുകയും ചെയ്തു. അങ്ങനെ വെറുതെ ഈ 1.5 മണിക്കൂറത്തേക്ക് വേണ്ടി 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് വെറുതെ ആയി. ഈ ഒരൊറ്റ അഡീഷണൽ ഇവൻറ്റ് കാരണം എൻ്റെ ഹാഫ് ഡേ പോയി കിട്ടി. പിന്നെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് അതെല്ലാം കണ്ട് ട്രെയിനിലിരുന്നു. പിന്നെ ബാനോഫിൽ ഇറങ്ങി സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ പോയി. കൂടുതൽ യൂണിവേഴ്സിറ്റി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചേസ്.